പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ അതിപ്രസരം നമ്മുടെ സംഘങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. ആളുകളുടെ രാഷ്ട്രീയം നോക്കിയാണ് ചികിത്സാ സഹായം കൊടുക്കണോ അല്ലെങ്കിൽ റിസ്ക് ഫണ്ട് കൊടുക്കണോ എന്നുള്ളതൊക്കെ പലപ്പോഴും തീരുമാനിക്കുന്നത്. രാഷ്ട്രീയ പരിഗണന വെച്ച് അർഹരായ ആളുകളെ ആക്ഷേപിക്കുന്നതും അത്തരം സംഘങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ക്രിമിനൽ കേസ് എടുക്കുകയാണ് ചെയ്യാൻ. ഇത്തരം വരുന്ന ആളുകൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തി ആക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുക്കേണ്ടതുണ്ട്. കാരണം ഈ കക്ഷി രാഷ്ട്രീയം കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഈ ഒരു സമീപനത്തോട് നമുക്ക് കിട്ടുന്ന ഈ തരുന്ന ഒരു ആനുകൂല്യവും ഒരാളുടെ ഔദാര്യമല്ല, ജനതയുടെ അവകാശമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരും തമ്പുരാക്കന്മാരൊന്നുമല്ല. കേരളത്തിലെ സഹകരണ മേഖലയിൽ ആവിഷ്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്ക്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് തുടങ്ങി സഹകരണ മേഖലയിലുള്ളവർക്ക് ചികിത്സാ സഹായം അനുവദിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് കേരള സഹകരണ അംഗ സമാശ്വാസ നിധി പ്രകാരം നൽകുന്ന സഹായം. ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്ന സമയത്ത് ആദ്യ 100 ദിവസങ്ങൾക്കുള്ളിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ എന്തൊക്കെ പദ്ധതികൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു പഠനം നടത്തിയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ചികിത്സാ സഹായം ആവശ്യമുള്ള, പ്രത്യേകിച്ച് ഗുരുതരമായ ചികിത്സ ആവശ്യമുള്ള ക്യാൻസർ രോഗവും വൃക്ക മാറ്റിവെക്കലും കരൾ രോഗവും അതോടൊപ്പം തന്നെ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവർ, സ്ട്രോക്ക് ബാധിച്ച് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നവർ തുടങ്ങി വിവിധ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചു നിൽക്കുന്നവരുടെ 1600-ൽ പരം അപേക്ഷകൾ നിലവിൽ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത്രയും കാര്യങ്ങൾക്ക് തീരുമാനമെടുത്ത് അംഗങ്ങൾക്ക് സമാശ്വാസം നൽകുക എന്നത് സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ, സഹകരണ വകുപ്പിന്റെ കർമ്മ പരിപാടിയിലെ ഒരു സുപ്രധാന ഇനമായി തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് 100 ദിനം എത്തുന്നതിന് 50 ദിവസം 40 ദിവസം എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തീർക്കണമെന്നുള്ളത് സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തിലെ ആദ്യ തീരുമാനങ്ങളിലൊന്നായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1695 അപേക്ഷകൾ തീരുമാനമാക്കി 3,80,20,000 രൂപ അടിയന്തരമായി വിതരണം നടത്താൻ സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 47 അപേക്ഷകളിൽ 1,95,00,000 രൂപ നിലവിൽ നമ്മളിവിടെ വിതരണം ചെയ്യുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ഈ പരിപാടി ഇതുപോലെ നടക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്ന മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു പരിപാടിക്ക് പകരം നമ്മളെടുത്തൊരു തീരുമാനം, അങ്ങനെ കാസർഗോഡും കണ്ണൂരും ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇത്രയും യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ജില്ലകളിൽ തന്നെ പരമാവധി കാര്യങ്ങൾ വിതരണം ചെയ്യുക, യാത്ര ചെയ്ത് അതിന്റെ വണ്ടിക്കൂലി കൂടി ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് നഷ്ടപ്പെടുത്തണ്ട എന്നൊരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെ ഓരോ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇത്തരം ഒരു പരിപാടി നടക്കുന്നത്. എന്നിവിടെ ഈ സഹായം ഏറ്റുവാങ്ങുന്നവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ ലഭിച്ചിരിക്കുന്ന തുക 50,000 രൂപ വരെയാണ് നമുക്ക് പരമാവധി കൊടുക്കാൻ സാധിക്കുന്നത്. ഇതൊരു വലിയ തുകയല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ചികിത്സാ ചെലവുകൾ നമ്മുടെ കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ലഭിക്കുന്ന സഹായങ്ങളൊക്കെ തന്നെ ഇത് പൂർണ്ണമായും നമ്മുടെ ചികിത്സാ ചെലവിന് ഉതകും എന്ന് സഹകരണ വകുപ്പ് കരുതുന്നില്ല. പക്ഷെ എങ്കിലും സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അപേക്ഷകൾ തീർപ്പാക്കി എത്രയും പെട്ടെന്ന് കഴിയാവുന്ന ചികിത്സാ സഹായം നൽകുക എന്ന തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചത്. കൂടാതെ ഈ ഒരു പദ്ധതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൂടി നിലവിൽ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് സംഘങ്ങൾ ശുപാർശ ചെയ്താണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം പലപ്പോഴും ഞാൻ സംസ്ഥാന സഹകരണ മന്ത്രി എന്ന ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എന്റെ മുമ്പിൽ വരുന്ന നിരവധി അപേക്ഷകളുണ്ട്. വന്നു നിൽക്കുന്ന ആളുകൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ ലോൺ എടുത്ത ആൾ മരണമടഞ്ഞു, വരുന്നത് ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് ലോൺ എടുക്കുന്ന ആൾ മരണമടഞ്ഞു, അവരുടെ മക്കളൊക്കെ ആയിരിക്കും വരുന്നത്. സംസ്ഥാനത്തെ നിലവിലുള്ള റിസ്ക് ഫണ്ട് സ്കീം പ്രകാരം, റിലീഫ് ഫണ്ട് പോലെ തന്നെ സംസ്ഥാനത്ത്
സഹായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് റിസ്ക് ഫണ്ട്. റിസ്ക് ഫണ്ട് പ്രകാരം അപേക്ഷിക്കാവുന്ന ഒരു കേസായിരിക്കും അത്. പക്ഷേ ഈ വരുന്ന ആൾ ഇതിനെക്കുറിച്ച് ബോധവാനല്ല. എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, പലപ്പോഴും പ്രാഥമിക സംഘങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു സ്കീമുണ്ട്, നിങ്ങളൊന്ന് അപേക്ഷിക്കണം, ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളിലെ സമാനമായ രീതിയിൽ ഇപ്പൊ അംഗസമാശ്വാസനിധി പോലെ ഇങ്ങനെ ഒരു ചികിത്സാ സഹായം ലഭിക്കും. ചികിത്സാ സഹായം ലഭിച്ചവരെക്കാൾ വളരെ കൂടുതലാണ് ചികിത്സാ സഹായത്തെ കുറിച്ച് അറിയ പോലും ഇല്ലാത്ത ആളുകൾ എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപേക്ഷിച്ചെങ്കിലല്ലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സർക്കാർ എടുത്തൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നേരിട്ട് അപേക്ഷിച്ച് സംഘങ്ങൾ മുഖാന്തരം അല്ലാതെ തന്നെ ഓൺലൈനായി തന്നെ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളൊരു തീരുമാനം ഇതിന് പിന്നിലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ അപേക്ഷയോടെ നേരിട്ട് തന്നെ അംഗസമാശ്വാസനിധിയിലേക്ക് അപേക്ഷിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന്. ആ കാര്യത്തിൽ ആ പ്രോസസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. കൂടാതെ റിസ്ക് ഫണ്ടിന്റെ കാര്യത്തിൽ ഞാൻ ഇതേ അപേക്ഷ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ വന്നൊരു കേസ്, പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ അതിപ്രസരം നമ്മുടെ സംഘങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. ആളുകളുടെ രാഷ്ട്രീയം നോക്കിയാണ് ചികിത്സാ സഹായം കൊടുക്കണോ അല്ലെങ്കിൽ റിസ്ക് ഫണ്ട് കൊടുക്കണോ എന്നുള്ളതൊക്കെ പലപ്പോഴും തീരുമാനിക്കുന്നത് ഈ രാഷ്ട്രീയ പരിഗണന കൂടി വെച്ചുകൊണ്ടാണ്. ചെല്ലുമ്പോൾ ചോദിക്കുന്നത് റിസ്ക് ഫണ്ട് തരാൻ സൗകര്യമില്ല, റിസ്ക് ഫണ്ടിന് അപേക്ഷ, അത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ഇവരാണോ തീരുമാനിക്കുന്നത് യോഗ്യതയുണ്ടോ എന്നുള്ളത്? റിസ്ക് ഫണ്ടിനുള്ള അപേക്ഷ വന്നതിന് ശേഷം സംസ്ഥാന റിസ്ക് ഫണ്ട് ബോർഡ് പരിശോധിച്ച് ചിലപ്പോൾ നിലവിലുള്ള പരിശോധനാ ക്രമങ്ങൾക്ക് പ്രകാരം കിട്ടാൻ യോഗ്യതയില്ലെങ്കിൽ തന്നെ ആ രോഗത്തിന്റെ സാഹചര്യത്തിന്റെ ഗൗരവതരമായ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള സമിതിക്ക് അത് പുനഃപരിശോധിക്കാൻ അവകാശമുണ്ട്. അപ്പൊ നാട്ടിലൊരു സഹകരണ പ്രസ്ഥാനത്തിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അപേക്ഷ ശുപാർശ ചെയ്ത കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി ശുപാർശ ചെയ്ത് ഉപരി കമ്മിറ്റിക്ക് അയക്കാനുള്ള ഉത്തരവാദിത്വം പ്രാഥമിക സംഘങ്ങൾക്കില്ലേ? ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് വളരെ ഗൗരവതരമായി കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ പരിഗണന വെച്ച് അർഹരായ ആളുകളെ ആക്ഷേപിക്കുന്നതും അവർക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ എനിക്ക് ഇന്നലെ ലഭിച്ചൊരു പരാതി ഞാൻ ജോയിന്റ് രജിസ്ട്രാറിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പരിശോധിച്ച് അത്തരം സംഘങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ക്രിമിനൽ കേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരം വരുന്ന ആളുകൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തി ആക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുക്കേണ്ടതുണ്ട്. കാരണം ഈ കക്ഷി രാഷ്ട്രീയം കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഈ ഒരു സമീപനത്തോട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹകരണ വകുപ്പിൽ നമുക്ക് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ സംഘങ്ങളുടെ ഔദാര്യത്തിന് പടിവാതിക്കൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ നമുക്ക് ഒഴിവാക്കണം. അതിനും ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അതിനുള്ള സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം. എന്നിട്ട് റിപ്പോർട്ട് മേടിക്കട്ടെ. ഇവിടുന്ന് റിപ്പോർട്ട് വരുന്ന ഒരു സംസ്ഥാനത്ത് സഹകരണ സംഘം രജിസ്ട്രാറിന്റെ മുമ്പാകെ വരുന്ന ഒരു അപേക്ഷ അടിയന്തരമായി അസിസ്റ്റന്റ് രജിസ്ട്രാറിന് അല്ലെങ്കിൽ കൺസേൺ അതോറിറ്റിക്ക് കൊടുത്ത് ഇതിന്റെ മെമ്പർ നമ്പർ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാനത്ത് റിപ്പോർട്ട് വരട്ടെ. അതല്ലാതെ കക്ഷി രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് മനുഷ്യത്വം മരവിച്ചു പോയിട്ട് ആളുകളോട് മോശമായി ഇടപെടുന്ന ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് ഔദാര്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല അർഹതയുള്ള ഓരോ മനുഷ്യനും. അതുകൊണ്ട് ഗൗരവതരമായ ഒരു ആലോചന ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരാളിന്റെ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും ഒരാളുടെ ഔദാര്യമല്ല, ജനതയുടെ അവകാശമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരും തമ്പുരാക്കന്മാരൊന്നുമല്ല. അത് മന്ത്രിയോ അല്ല, മുഖ്യമന്ത്രിയോ അല്ല, ഉദ്യോഗസ്ഥരും അല്ല. താഴെ തട്ടി സംഘത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുപ്പ് വന്നേക്കുന്നവരോ അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് മഹാരാജാക്കന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് ജനാധിപത്യമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ അവകാശത്തിന്റെ മേൽ ചോദ്യം ചെയ്യുന്ന ആളുകളെ, അവർക്ക് ഔദാര്യം എന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ ആ തരത്തിൽ തന്നെ ജയർമാർ ഇവിടെ തിരുവനന്തപുരം ജയർ ഉൾപ്പെടെയുള്ള ഇത്തരം അപേക്ഷകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിശക്തമായ നടപടി സ്വീകരിക്കണം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആളുകളെ, പ്രത്യേകിച്ച് രോഗികളായി നിൽക്കുന്നവരെ, ഇത്തരം ദുരന്തം ഏറ്റുവാങ്ങുന്നവരെ ആക്ഷേപിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി പരാതി സ്വീകരിച്ച് വേണ്ടി വന്നാൽ അത് നിയമപരമായി പോലീസ് നടപടിക്ക് വിട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കുന്നതിനകത്ത് പോലും തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ മനുഷ്യരെ ആക്ഷേപിക്കാൻ രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ധാർഷ്ട്യത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ഞങ്ങളങ്ങ് വലിയ ആളുകളും ബാക്കി അപേക്ഷിക്കാൻ വരുന്നവരൊക്കെ വെറും തൃണവുമാണെന്ന് കരുതുന്ന ഒരു സമീപനത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.